നിനക്കൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സർപ്രൈസ് ആണ്. ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അവള് വേറെ വീട്ടിൽ, ഞാൻ വേറെ വീട്ടിൽ. സർപ്രൈസ് ആണ്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഭർത്താവാണ്, മലയാളം തിരിയൂല. അല്ലെ പഠിപ്പിക്കാൻ നിൽക്കല്ലോ. ഒറ്റ ചന്തയ്ക്ക് പിറകെ ഇറക്കി വിടറാ. ചന്തേ ഒറ്റ സദ്യക്ക് പിറകെ ഇറക്കി വിടറാ. സന്ധ്യേ ഒറ്റ ചന്തയ്ക്ക് പറഞ്ഞ ഇറക്കി വിടറാ. എന്റെ ഭാര്യ എന്റെ അടുത്ത് കെട്ടിരിക്കലാണ്. ആദ്യം പോയി നീ മലയാള ഭാഷ പഠിച്ചിട്ട് വന്നിട്ട് നിന്റെ ഭാര്യ ഇറക്കണം. അതെ അതെ, നിങ്ങളുടെ ഭാര്യ ഇവിടെ ഡബ് ചെയ്യാൻ വരും. എന്റെ ഭാര്യ നീ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഞാൻ അറിഞ്ഞു. ആര്? താഴത്തെ കടല അണ്ണൻ പറഞ്ഞു. അണ്ണൻ എന്ത് പറഞ്ഞു? അണ്ണൻ പറഞ്ഞു നിന്റെ ഭാര്യ ചിരിച്ചോണ്ട് കയറി പോയിട്ട് അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോണേന്ന്. അയ്യോ, ഭാര്യ കരയിപ്പിക്കണം. കരയിപ്പിച്ചതല്ല ചേട്ടാ, ഭാര്യ ഇവിടെ സീരിയലല്ലേ ഡബ് ചെയ്യണത്. സീരിയലിലെ സ്ഥിരം കരച്ചിലല്ലേ, ആ സീരിയലിലെ ഡബിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി പോയതാണ്, അല്ലാണ്ട് കരഞ്ഞൊന്നുമല്ല. കണ്ണീര് വിട്ടാണ് ജീവിക്കണം നീ. കണ്ണീര് വിട്ടാണ് ജീവിക്കണം. ആരുമായിട്ട് പണിയെടുക്കണം നീ. എന്റെ ഭാര്യ ഇവിടെ വന്നാൽ എന്നെ നീ അറിയിക്കണം, അല്ലെങ്കിൽ നീയൊക്കെ അറിയും. എനിക്കല്ല നിങ്ങൾക്ക് മനസ്സിലായ നമ്മളെ ഡബിങ് ആർട്ടിസ്റ്റ് സ്മിതയല്ലേ, സ്മിതയുടെ ഭർത്താവ് അലമ്പ്. എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യണം, സ്മിത വരുമ്പേ ഭർത്താവ് വന്നു വരും പറയണ്ട, പിന്നെ മൂഡ് മാറിപ്പോവും, ഡബിങ് നടക്കൂല. ഡബിങ് ആർട്ടിസ്റ്റ് മൂഡ് മാറി ചെയ്യാൻ പറ്റും. അതെ, ഞാൻ പഠിക്കട്ടെ പഠിക്കേ. പോടാ ബേട്ടാ ദിനേശ്. ചേട്ടാ, ചേട്ടാ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. അതെ അതെ. ഓ, ഹൈദരാബാദിലൊക്കെ ഡബിങ്ങിനൊക്കെ പോയി ഇപ്പൊ വലിയ ആളായി. റാമോജി സ്റ്റുഡിയോയിൽ അവിടെ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത് അവസരം വാങ്ങിച്ചാ. നിനക്ക് മലയാളത്തിൽ തന്നെ കരഞ്ഞു തികയാൻ സമയമല്ല, ഇനിയാണ് ഹൈദരാബാദ് വന്നിടന്ന് കരയാനായിട്ട്. കരച്ചിൽ എല്ലായിടത്തും ഒരുപോലെ തന്നല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചേട്ടാ, ഞാൻ അമ്മു സ്റ്റുഡിയോയിൽ 1.5 മണിക്കൂർ സമയം ചോദിച്ചിട്ടാണ് വന്നത്. പെട്ടെന്ന് എടുത്തിട്ട് എന്നെ വിടണം. ആയിക്കോട്ടെ, പെട്ടെന്ന് വിടാം സ്മിത. കുഴപ്പമില്ല, ഒരു പാച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ആ സീരിയലിന്റെ. അത് മാത്രമേ ടെൻഷൻ. അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അതെ, അതും പിടിച്ചോ. സീരിയലിന്റെ പോർഷൻ എന്ന് വെച്ചാല് അമ്മായിയമ്മ മരുമോളെ വീട്ടിൽ നിന്ന് മറ്റേ പേപ്പർ ഡയലോഗ് അതിന്റെ അടിയിലാണ് എല്ലാം. അപ്പൊ ഞാനങ്ങടെ വിഷ്വൽ അങ്ങ് വിടാം. അത് നോക്കിട്ട് ചെയ്താ മതിയേ. ഓ ശരി. ഓക്കെ അല്ലേ സാർ? ഓക്കെ ചെയ്തോളൂ. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ ഒരു പാവമല്ലേ? ഓക്കെ ആണോട്ടാ? ആ പാവമല്ലേ, ഞാനൊരു പാവമല്ലെന്ന് ഒന്നും കൂടി കേറ്റി പറഞ്ഞു. ഓക്കെ ശരി. ഓക്കെ. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാനൊരു പാവമല്ലേ? അല്ലെ, ഈ പാവം നന്നായിരിക്കും. അതൊരു പാവം, അത് വന്നാ നന്നായിരിക്കും. ആ പാവമല്ലത് കുറച്ചും കൂടി ലെവൽ കയറ്റിക്കോ. ഓക്കെ. വരട്ടെ. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാനൊരു പാവമല്ലേ? അല്ലല്ല, പാവല്ല, കുറച്ചും കൂടി കേറട്ടെ സ്മിത. ഇനി ഇതില് കൂടുതൽ ഇനി എന്തോന്ന് കേറ്റാൻ ചേട്ടാ? അല്ല, ഇത് പാവല്ലേന്ന് കുറച്ചും കൂടി കേറിയാലേ ശരിയാവുള്ളൂ. അതല്ലേ? എന്താ? അല്ല, പാവല്ലേന്ന് പറഞ്ഞത് ആര്? സ്മിത. അതല്ലേ, അതാണല്ലോ ഉദ്ദേശിച്ചത്. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? ഞാനൊരു പാവമല്ലേ? മതിയാ ചേട്ടാ? ഇതൊക്കെ ഓക്കെ. ഇല്ലില്ല, ഒരു ചെറിയ സാധനം കൂടി, കുറച്ച് എഫക്റ്റ് നമ്മൾക്ക് എടുക്കണം. തിങ്സ് ഇടാനാണോ? തിങ്സ് മറ്റേ സീനിലേക്കുള്ള ആ കുറച്ച് തിങ്സ് എടുത്തിട്ട് പൊക്കോ. ഓക്കെ. വിഷ്വൽ ഉണ്ടോ? അതോ വിഷ്വലില്ല, എടുത്തിട്ടാ മതി. അത് കുറച്ച് തിങ്സ് കിട്ടിയാൽ നമുക്ക് ചെയ്യാം. പുള്ളി വിഷ്വൽ നോക്കാൻ നിന്നാ നിനക്ക് നാളെയും പോകാൻ പറ്റില്ല. ഉള്ളത് എടുത്തിട്ട് പോവാൻ നോക്കും. ഓക്കെ. ഒരു മിനിറ്റ് പറഞ്ഞിട്ടോ. വെള്ളം ഉണ്ടായിരുന്നു അവിടെ. ആ കിടന്ന് ഡൈവ് അടിക്കണം വെള്ളം കിട്ടാതെ. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്തോളാം. സ്മിത ഓക്കെ അല്ലേ? ഞാനും ഓക്കെയാണ്.
അശ്ശേ. ഓ എന്താ ഇത്? ആരാത്? വിടൂ. ഛേ, ഓ, എനിക്ക് വേദനിക്കുന്നു, വിടാൻ. മാനസിക മാത്രമല്ല ശാരീരിക കൊണ്ടില്ല. എന്താ? അശ്ശേ. എടാ, എന്റെ ഭാര്യ എന്നെ അടിക്കണം. എന്താണ് കാണിക്കുന്നത്? എന്റെ ഭാര്യ ഞാൻ കേട്ട് സീൽക്കാര ശബ്ദങ്ങൾ. നീ എന്താണ് ചെയ്തത്? എടാ പ്രചോദന ഹേസ്യങ്ങളാണ്. എന്താണ് എന്റെ ഭാര്യ ചെയ്തത്? എന്താണ് പറ്റിയത്? എന്താണ് ഈ പരിപാടി? എന്താണ് പരിപാടി? ഡബിങ് നടന്നോണ്ടിരിക്കുക. എന്ത് ഡബിങ്? തിങ്സ് നിന്നോട് തല്ലടി നീ. വീട്ടിലുണ്ട് അതിന് ഓർക്കത്തത്. അമർ തിക്സർക്ക് നിന്നോട് തിരികെ നീ. പറയാനായിട്ട് നീ എന്തോന്നാ കാണിച്ചത്? കണ്ണാടി കെട്ടി നിന്നെ ശരിക്കും കാണട്ടെ. എടാ നീ എന്തോ നിനക്ക് ബോധം ഉണ്ടാണ്, നിനക്ക് ബോധം ഉണ്ടാ? എടാ ഇവിടെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് തന്നെ ശബ്ദം വെച്ചാണ് ആ കൊച്ചു ജീവിക്കുന്നത്. അതിന്റെ തൊട്ടേ കയറി പിടിക്കണടാ. നീ ഇങ്ങനെ അവളെ പറഞ്ഞ സംശയം ഒന്നും പറഞ്ഞ് നടന്നാൽ മതി. ആ രണ്ട് പിള്ളേരെയും വാടക വീട് നിന്നെയും പറ്റണ അവളാണ് ഈ ശബ്ദം പറ്റിട്ട്, അറിയാവോ? എടാ എത്ര ലക്ഷം രൂപയുടെ സാധനം നീ. എടാ ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ അതിന്റെ രൂപവും സൗന്ദര്യവും മാത്രം പോരാ, ശബ്ദവും വേണം. ആ ശബ്ദ സൗന്ദര്യമാണ് അവൾ കൊടുക്കണം, അറിയാവോ? അല്ലാണ്ട് നീ വിചാരിക്കണം ഈ സിസ്റ്റൊക്കെ നമ്മുടെ ചോറ. അതാദ്യം മനസ്സിലാക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഈ ഒരു ഒറ്റ സ്വഭാവം കൊണ്ടാണ് ഞാൻ പിള്ളേരെ നിങ്ങളുടെ അടുത്തുനിന്ന് മാറി താമസിക്കുന്നത്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. തെറ്റെന്റെ ഭാഗത്താന്ന് മനസ്സിലായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനൊന്നും കാണിക്കൂല. നിങ്ങൾ 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 എന്താന്ന് വെച്ചാ ചെയ്യ. എനിക്ക് എന്നോട് മാപ്പാക്കണം. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് നിങ്ങൾ ഇതിനല്ലേ ഞാൻ തൊട്ടത്? അതെ, ഒരിക്കലും തൊടാൻ പാടില്ലല്ലേ? നമ്മുടെ അന്നോണടാ ഇതൊക്കെ നീ ചവിട്ടി തയ്ച്ചു. നിനക്ക് മനസ്സിലാക്കണം. എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒരു സ്റ്റുഡിയോയിലും പോയി. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, എന്നോട് ക്ഷമിക്കണേ. ക്ഷമിക്കണം പ്ലീസ്. അവൻ ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് തൊട്ടത് എവിടെയാന്നറിയാ? എവിടാ? ഡിലേറ്റിന്റെ സ്വിച്ചും മേലെ. ഈ ആഴ്ച കൊടുക്കേണ്ട എല്ലാ എപ്പിസോഡും ഡബിങ്ങും ഡിലേറ്റ് ആയി പോയടാ. എല്ലാം ഡബ് ചെയ്ത് വെച്ചതൊക്കെ ഡിലേറ്റ് ആയി പോയി. നീ ഡബ് ചെയ്തിട്ട് പോയാ മതി. നിന്നെ കൊണ്ട് ഡബ് ചെയ്യും ഞങ്ങള്. ഒരെണ്ണം കൊടുക്കാം. ഡബ് ചെയ്തിട്ട് പോയാ മതി. ആവശ്യമില്ല, അത്രേ ഉള്ളൂ. മനുഷ്യന്മാരെ ഞാൻ ഡബ് ചെയ്ത ഇനിയാവോ? എനിക്ക് ഡബിങ് അറിഞ്ഞൂടാ. നീ പോടാ ബേട്ടാ ദിനേശ്.